എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു വചനത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചത് നല്ലൊരു സുന്ദരമായിട്ടുള്ള ഒരു വചനം. അതായത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അതിപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ കോളേജിൽ പഠിക്കുവാണ്, BSc Nursing ഞാൻ പഠിക്കുന്നത്, ഫസ്റ്റ് ഇയർ. അപ്പോൾ എന്നെ പോലെ കോളേജ് പഠിക്കുന്നവരും അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്നവരും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു അടിപൊളി വചനമാണ് സെഫാനിയ 3:17. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന കർത്താവ് നിന്റെ മതിയാണ്. അതായത് നമുക്ക് എക്സാം സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ, ഭയങ്കര ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരു വചനമാണ്. അതായത് എക്സാം സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എക്സാം സമയത്താണെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ്. അതായത് ഞാൻ മാത്രമല്ല, എക്സാം സമയത്ത് മിക്കവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ടെൻഷൻ കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്ക് കോൺഫിഡൻസ് ആയിരുന്ന ഒരു വചനമാണ് ഈ ഒരു വചനം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ദൈവം വിജയം നൽകും. അതായത് നമ്മൾ ഇപ്പോൾ എക്സാം സമയത്താണെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്ന രീതിയില്ല എങ്കിലും നമുക്ക് ഒരിക്കലും നന്നായിട്ട് എക്സാം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഒന്നാമത്തേക്ക് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. എക്സാം ഒക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഒന്നാമത്തേക്ക് ഒരു ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ആ ഒരു ദൈവാനുഗ്രഹം നമുക്ക് ഉണ്ടാകും. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സാം സമയത്തൊക്കെ മിക്കവർക്കും നല്ല ടെൻഷനായിരുന്നു. എനിക്ക് ഈ എക്സാം എന്നുള്ള സംഭവം ഞാൻ ജസ്റ്റ് ഒരു എക്സാമിനായിട്ട് മാത്രമല്ല, എക്സാം സമയത്ത് മാത്രമല്ല, പല സിറ്റുവേഷൻസിലും. വേറൊരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂസ് എന്നൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് ഇതുപോലെ തന്നെ സെയിം ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കും ഇതുപോലെ ഉള്ളിൽ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു വചനമാണ്. ഇത്ര പാടൊന്നുമില്ലല്ലോ ആ ഒരു വചനം പഠിക്കാൻ. ഒരു കുഞ്ഞു വചനമല്ലേ, നല്ലൊരു അടിപൊളി വചനമാണ് സെഫാനിയ 3:17 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു എക്സാം സമയത്ത്, അതായത് നമുക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു വചനം എന്ന് പറയുന്നത് എൻ്റെ എക്സാം സമയത്തൊക്കെ ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് നമുക്ക് എക്സാം സമയത്ത് എന്ന് പറയുന്നത് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, നമ്മളെല്ലാം സെറ്റാണ്, കാര്യങ്ങളെല്ലാം സെറ്റാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ടെൻഷൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഉള്ളത് കൂടെ നമ്മുടെ മൈൻഡ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ തലേന്ന് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ആ പേപ്പറിലോട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. എവിടുന്ന് നമുക്ക് കോൺഫിഡൻസ് കിട്ടും ഈ ഒരു വചനം വന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വചനം വന്ന് പ്രാർത്ഥിച്ച് ട്രൈ ചെയ്തു കേട്ടോ. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എക്സാം സമയത്തൊക്കെ ഈ ഒരു വചനം എനിക്ക് എക്സാം സമയത്തൊന്നല്ല, എനിക്ക് ഏതൊരു ടെൻഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു വചനമൊക്കെ നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം. അതായത് ഈ ദൈവവചനം എന്ന് പറയുന്നത് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ട് അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് എന്താണേലും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, നല്ലൊരു അടിപൊളി വചനമാണ് സെഫാനിയ 3:17. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മതിയുണ്ട്. സെഫാനിയ 3:17. അപ്പോൾ എല്ലാവരും നിങ്ങളിപ്പോൾ പഠിക്കുന്ന ബുക്കിലാണെങ്കിലും പഠിക്കുന്ന ബുക്കിൽ ഫ്രണ്ടിൽ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സെഫാനിയ 3:17. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മതിയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ടേബിളിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ജസ്റ്റ് ഒന്നൊരു പേപ്പറിൽ ജസ്റ്റ് അത് നോക്കിച്ച് വെച്ചാൽ നമുക്ക് പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടും ആ ഒരു വചനം കാണും. അപ്പോൾ നല്ലൊരു അടിപൊളി വചനമാണ്. എല്ലാവരും ഇതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.